ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ക്രോസ് കട്ട് ഷിമ്മിയാണ്. നമ്മളാദ്യം 1.25 മീറ്റർ തുണിയെടുത്ത് അത് നീളം രണ്ടായിട്ട് മടക്കുക. എന്നിട്ടത് ക്രോസായിട്ട് വീണ്ടും മടക്കുക. കിട്ടുന്ന വിധമാണ് ഇത് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇതെല്ലാം സെൻറ്റിമീറ്ററിൽ അടിക്കുകയാണ്. ഒരു 33 ഇഞ്ച് മുതൽ 35 ഇഞ്ച് വരെയുള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന ഷിമ്മിയാണ്. ക്രോസ് കട്ട് ഷിമ്മിയാണ്. അത് കാരണം 33 ഇഞ്ച് മുതൽ 35 ഇഞ്ച് വരെയുള്ളവർക്ക് ഇടാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഷോൾഡർ 6 ഇഞ്ച്, പേപ്പർ ആയതുകൊണ്ട് എല്ലാം സെൻറ്റിമീറ്ററിൽ അടിക്കുകയാണ്. ഷോൾഡർ ഇവിടെ 6 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഷോൾഡർ 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം താഴോട്ട് ആം ഹോൾ വരയ്ക്കാനായിട്ട് 6 ഇഞ്ച് അടയാളപ്പെടുത്തണം. 6.25 കൂടെ 6.25 വരെ അടയാളപ്പെടുത്താം. 6.25 6.5 വരെ അടയാളപ്പെടുത്താം. ഇത് കഴിഞ്ഞിട്ട് ഇത് ക്രോസ് കട്ട് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 6 ഷോൾഡർ 6 ഇഞ്ച് എടുത്തതുപോലെ ഇവിടെ 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് വേണം താഴോട്ട് ആം ഹോൾ വരയ്ക്കാൻ. നമുക്കിവിടെ ടച്ച് വരുമ്പോൾ 36 ഇഞ്ച് വണ്ണം വേണം. അതിന് ഒരു സൈഡ് 9 ഇഞ്ച് കിട്ടണം. ഇവിടെ അത് കാരണം 10 ഇഞ്ച് കയ്യിൽ തുമ്പും കൂടെ ചേർത്ത് നമ്മൾ 10 ഇഞ്ച് അടയാളപ്പെടുത്തി ആം ഹോൾ വരയ്ക്കാം. ആം ഹോൾ ടച്ച് വരുമ്പോൾ ഈ കർവ് ഒരു 8.5 ഇഞ്ച് എങ്കിലും കിട്ടണം. അതിനുള്ള കർവ് 8.5 ഇഞ്ചെങ്കിലും കിട്ടണം. കയ്യിൽ തുമ്പ് കഴിച്ച് 8.5 ഇഞ്ചെങ്കിലും കിട്ടിയാലേ അത് കൈക്കുഴി ടൈറ്റില്ലാതെ കിടക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇറക്കം ഇവിടെ വേണ്ടുന്നത് 23 ഇഞ്ച് ഇറക്കമാണ് ഞാനിവിടെ എടുക്കുന്നത്. 23 ഇഞ്ച് കൈത്തൊന്നും കൂടെ കൂട്ടി 23 ഇഞ്ച് ഇറക്കമാണ് എടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഇറക്കം എടുക്കാം. ഇവിടെ അടിക്ക് ഒരു 11 ഇഞ്ച്, മുകളിൽ 10 ഇഞ്ചാണ് ഇട്ടത്. അടിഭാഗം വണ്ണം 11 ഇഞ്ച് എടുക്കുക. 10 ഇഞ്ച് കിട്ടണം. അതിന് 11 ഇഞ്ച് എടുക്കുന്നു. ഒരു ടൈറ്റ് ഇല്ലാതെ നമുക്ക് ഇടാൻ സാധിക്കും. 1.5 ഇഞ്ച് ഷേപ്പ് 13 എടുത്ത് 1.5 ഇഞ്ച് കുറച്ച് ഒരു 9.5 ഇഞ്ച് എടുക്കാം. കയ്യിൽ തുമ്പും കൂടെ ചേർത്ത് നമുക്കിവിടെ ഷേപ്പ് ഒരു 9.5 ഇഞ്ച് എടുക്കാം. ഇഞ്ച് താഴോട്ട് 6 ഇഞ്ച്, 9 ഇഞ്ച് തയ്യൽ തുമ്പ് 1 ഇഞ്ച്, ലെങ്ത് 23 ഇഞ്ച്. നെക്ക് 2.25. നെക്ക് ഇറക്കം 6 ഇഞ്ച്. ഇവിടെയും 2.25 അടയാളപ്പെടുത്തിയതിന് ശേഷം റൗണ്ട് വരയ്ക്കും. നമുക്കിത് വെട്ടിയെടുക്കാം. ഇത് നീളം രണ്ടായിട്ട് മടക്കിയിട്ട് ക്രോസ് ആയിട്ട് മടക്കിയിട്ട് വേണം വെട്ടാൻ. നീളം രണ്ടായിട്ട് മടക്കി ക്രോസ് ആയിട്ട് മടക്കിയിട്ട് വേണം വെട്ടാൻ വരയ്ക്കാൻ.